ഞാൻ അതിലെ ആ ഒരു പൊതു ജനറലൈസ് ചെയ്തിട്ട് വേണം നമ്മൾ ഡീസെൻട്രലൈസേഷനെ കുറിച്ച് നന്നായിട്ട് പഠിക്കുകയും എന്നെ കുറിച്ച് സപ്പോർട്ട് ചെയ്യുന്ന ആളെ പ്രകാശ് ബാബു. പക്ഷേ ഈ തർക്കത്തെ അതായത് കോറിലേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. വേറെ സബ്ജക്റ്റാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ തുടർച്ച എന്താന്ന് പറഞ്ഞാൽ 24 സ്ഥലത്തും നമ്മൾ കോൺഫ്ലിക്റ്റ് കണ്ടു അല്ലേ? 24 പഞ്ചായത്തിൽ. ഈ 24 സ്ഥലത്തും ജില്ലാ പഞ്ചായത്തിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടോ? ഇല്ല. അതുകൊണ്ടാണല്ലോ 24 പഞ്ചായത്തുകളിലുണ്ട്. നോ അതല്ല. പഞ്ചായത്തിൽ 3 വോട്ടുണ്ട്. ആ 3 വോട്ടിൽ ഗ്രാമപഞ്ചായത്തിൽ മാത്രമേ തർക്കമുള്ളൂ. ആ ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടുന്ന ബ്ലോക്കിലോ ആ ബ്ലോക്ക് ഉൾപ്പെടുന്ന ജില്ലാ പഞ്ചായത്തിലോ 2 സ്ഥാനാർത്ഥി ഇല്ല. അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. അപ്പം അതുകൊണ്ട് മലപ്പുറത്താകെ കുഴപ്പം ചിതറുന്ന സ്ഥിതിയില്ല. ഇല്ല. ശരി, അത് വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. തീർച്ചയായിട്ടും. പ്രകാശ് ബാബു, ക്ഷമിക്കണം, പത്മകുമാർ എന്തു പറയുന്നു? അവിടുത്തെ ഈ മുഖ്യ മുന്നണിയിലുള്ള ഈ തർക്കത്തെ കുറിച്ച്. അല്ല, ഈ പറഞ്ഞ തൊട്ടടുത്ത മുന്നണി തർക്കം വേറൊരു തരത്തിൽ കാര്യങ്ങളെക്കാൾ വിചിത്രമായ പല സംഭവങ്ങളും ഇതുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ മാത്രം, വിവിധ പ്രശ്നമാണെങ്കിൽ മാത്രം അതും അത് തന്നെ മറ്റൊരു പ്രശ്നം ഉന്നയിക്കരുത്. താങ്കളുടെ ആ ശൈലി ചർച്ചയുടെ ത്രെഡിനെ മൊത്തം ബാധിച്ചില്ല. പിന്നെ അതുമലേവും തർക്കം. പിന്നെ അപ്പൊ ആങ്കർ സ്ഥാനത്ത് താങ്കൾ നിൽക്കണ്ടില്ല. അങ്ങനെ പ്രശ്നമുണ്ട്. ഇന്നലെയും തന്നെ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഞാൻ അതുമായി ബന്ധപ്പെട്ട പ്രശ്നം ഇത് കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞത് അവിടുത്തെ വിചിത്രമായ സഖ്യത്തെ കുറിച്ച് പറയുമ്പോൾ ചന്ദ്രശേഖർ അങ്ങനെ എന്നെ വിളിക്കാതിരിക്കണം, അത്രേ ഉള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട അല്ലാതെ ഞാൻ എന്റെ വീട്ടുകാര്യം പറയാനല്ലല്ലോ വന്നിരിക്കുന്നത്. അല്ലല്ല, ചന്ദ്രശേഖർ അതിൽ അങ്ങനെ എനിക്ക് താല്പര്യമില്ല. അടുത്ത ആളുടെ ചോദിച്ചു ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് എന്ന് താങ്കൾ പറഞ്ഞപ്പോൾ അത് കഴിഞ്ഞു. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞപ്പോൾ മുൻവിധിയോടുകൂടി കണ്ടതാണ്. ഞാൻ പറയുന്നത് എന്റെ അഭിപ്രായം അതല്ലല്ല, അതായത് മുൻവിധിയോടുകൂടി ഒരു വിരോധമില്ല. ഞാൻ 9 മണി വരെ വെറുതെ ഇരിക്കാം. ഇതുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ പറയൂ താങ്കൾ. അവിടുത്തെ മുന്നണി സംവിധാനത്തെ കുറിച്ച് പറയുമ്പോൾ അവിടുത്തെ സഖ്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാതിരിക്കണം എങ്ങനെ പറ്റും? പറയൂ. അവിടെ വിചിത്രമായ സഖ്യം ഉള്ളത് ലീഗിനെ പരാജയപ്പെടുത്താൻ ഈ മുന്നണികളെല്ലാം പരസ്പരം കൂട്ടുചേർന്നിട്ടുണ്ട്. അത് നിങ്ങൾ പറഞ്ഞതിൽ വ്യത്യാസമുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും കൂടി സഖ്യമുള്ള പഞ്ചായത്തുണ്ട് ഇവിടെ. അത് ഈ കോൺഗ്രസുമായിട്ട് ബന്ധമുള്ള കാര്യമാണ്. മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും വെൽഫെയർ പാർട്ടിയും കൂടെ ലീഗിൽ പ്രശ്നമുണ്ട്. വാഴക്കാട്ട് പഞ്ചായത്തിൽ ഉണ്ടാകുന്നൊന്ന് തിരക്കി നോക്കുക. അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? താനൂരിൽ മാർക്സിസ്റ്റ് പാർട്ടിയും ശിവസേനയും വെൽഫെയർ പാർട്ടിയും കൂടെ ഉണ്ട്. മാർക്സിസ്റ്റ് പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നില്ല, കപ്പും സസറിലാണ് മത്സരിക്കുന്നത്. ഇതാണ് നമ്മുടെ ലീഗിനെതിരെ മുന്നണി ഉണ്ടാക്കി മറ്റ് രാഷ്ട്രീയ കക്ഷികൾ ഒരുമിച്ചിരിക്കുന്നു. അതിൽ ചിലത് ധാർമ്മികതയ്ക്ക്, സ്വന്തം ധാർമ്മികതയ്ക്ക് വിരുദ്ധമാണ് എന്ന് പറഞ്ഞ് പല രാഷ്ട്രീയ കക്ഷികളും നടപടിയെടുത്തിരിക്കുന്നു. ഞാൻ പറഞ്ഞത് അതിന്റെ വിശദാംശങ്ങളാണ്, അത് കൂട്ടിച്ചേർക്കും. അല്ല, ഞാൻ അതാണ് പറഞ്ഞത്. അവിടുത്തെ ഈ പറയുന്ന രാഷ്ട്രീയ കക്ഷികൾക്കാർക്കും രാഷ്ട്രീയ ധാർമ്മികതയെ കുറിച്ച് അവിടെ പ്രസംഗിക്കാൻ പറ്റില്ല. അവിടെ ഇവരെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്നു. മാർക്സിസ്റ്റ് പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാത്ത ആണ് ഞാൻ പറഞ്ഞ താനൂരില്. അതാണ് ഞങ്ങൾക്ക് BJPക്ക് പ്രാധാന്യമുള്ള ഏറ്റവും ഞങ്ങൾ പ്രതീക്ഷ വയ്ക്കുന്ന ഒരു സ്ഥലം താനൂരാണ്. ആ താനൂരിൽ ഇവരെല്ലാവരും കൂടി ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഞങ്ങളെ മത്സരിക്കുന്നു. അവിടെ ലീഗ് വേറെ മത്സരിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഒരു സവിശേഷമായ ഒരു സാഹചര്യമാണ് മലപ്പുറത്തുള്ളത്. ഇത് പറയാനാണ് ഞാൻ തീർച്ചയായും ഇതിനോട് ചേരുന്നതാണ്, ഒരു പ്രശ്നവുമില്ല. രാഷ്ട്രീയ ധാർമ്മികത പലയിടത്തും മാറി നിൽക്കുന്നു. മറ്റെന്തൊക്കെയോ പ്രശ്നങ്ങൾ മുന്നിലേക്ക് വരുന്നു എന്നൊരിടത്താണ് ഈ ചർച്ച നിൽക്കുന്നത്. അതാണ് ഒരു കാരണം ഇത്തരത്തിലുള്ള സഖ്യങ്ങൾ ഉണ്ടാകാൻ എന്ന് പറയുന്നു. അവിടെയുള്ള ലീഗിനുള്ള ഒരു മേൽക്കൈയും ലീഗിൻ്റെ ശൈലിയുമാണ് എന്ന് 2 തരത്തിൽ 2 പേർ അഭിപ്രായം പറഞ്ഞിരിക്കുന്നു. അങ്ങനെ പ്രശ്നമുണ്ടെങ്കിൽ പോലും അത് മുഖ്യ മുന്നണിയെ UDFനെ ബാധിക്കില്ല എന്ന് മറ്റൊരാൾ പറഞ്ഞിരിക്കുന്നു. ഒരു മാധ്യമ പ്രവർത്തകന്റെ പ്രതികരണം. തർക്കമുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്, ബാധിക്കില്ല എന്നുള്ളത് ഒരു പ്രതീക്ഷയാണ്, അല്ലെങ്കിൽ ഒരു സങ്കല്പമാണ്. ബാധിക്കോ ഇല്ലയോ എന്നുള്ള തെരഞ്ഞെടുപ്പ് ഫലം വന്നിട്ടാണ് കാണുന്നത്. 24 വിജയത്തിന്റെ വലിയ മാർജിൻ. അതുപോലെയായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ മഞ്ചേരി ലോക്സഭാ മണ്ഡലം. ഏതാണ്ട് ഇതുപോലെ ലീഗിന്റെ അപ്രതിരോധ്യ മേഖല എന്ന് പറഞ്ഞ സ്ഥലമാണ്. അവിടെയാണ് TK ഹംസ ജയിച്ചത്. അപ്പോൾ അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ചുള്ള ഒരു സാങ്കല്പികമായ വിലയിരുത്തലിന് ഞാനില്ല. പക്ഷേ അവിടെ ഈ കോൺഗ്രസും മുഖ്യകക്ഷി
അവിടെ ചിലയിടത്ത് മുഖ്യകക്ഷി ലീഗാണ് UDF, ചിലയിടത്ത് കോൺഗ്രസ് ആണ്. ഇവർ തമ്മിലുള്ള വൈരുദ്ധ്യം നിലനിൽക്കുന്നു, അതിൻ്റെ ഭാഗമായി തർക്കം നിലനിൽക്കുന്നു, അതിൻ്റെ ഭാഗമായി രൂക്ഷമായ തമ്മിലടിയും നിലനിൽക്കുന്നു. അത് വിധിയിൽ സ്വാധീനം ചെലുത്തുന്ന തരത്തിലുള്ള തർക്കമുണ്ടോ? അല്ല, അത് ഗ്രാമപഞ്ചായത്തുകളിലാണല്ലോ തർക്കം. മറ്റ് മുകളിലോട്ട് ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും അങ്ങനെ ഒരു തർക്കവുമില്ല എന്നാണ് നമ്മൾ കേട്ടതും. അങ്ങനെ പരസ്പരം മത്സരിക്കുന്ന അവസ്ഥയില്ല. പക്ഷെ ഗ്രാമപഞ്ചായത്തിൽ ഒരു വാർഡിൽ 1000-1000-ൽ താഴെയും വോട്ടുള്ള വാർഡുകളായിരിക്കും. കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റിയിൽ മാത്രമാണ് മറിച്ചൊരു സാഹചര്യം. അതെ, അതത്രേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ രണ്ട് പാർട്ടികൾ ഞങ്ങൾ മാത്രം പങ്കിട്ടെടുത്തുകൊള്ളാം, മറ്റുള്ളവരെല്ലാം നോക്കി നിൽക്കൂ എന്ന് പറയുമ്പോൾ ജനങ്ങൾക്കൊരു സേ ഇല്ലേ? ജനങ്ങൾക്ക് നിങ്ങൾ ഈ തമ്മിലടി കൂടി നിങ്ങൾ തമ്മിൽ ജയിപ്പിച്ച് നിങ്ങൾ മാത്രം ഭരിച്ചാൽ മതിയോ? ഞങ്ങൾക്കും ഒരു അധികാരമില്ലേ? ഞങ്ങളുടെ സമ്മതിദാനാവകാശം നിങ്ങളുടെ തമ്മിലടിക്ക് വേണ്ടി ചെലവഴിക്കാനുള്ളതാണോ എന്നൊരു തോന്നൽ ജനങ്ങളിലുണ്ടായാൽ സ്ഥിതി മാറും. 1. 2, ധാർമ്മികതയുടെ പ്രശ്നം ഇവിടെ പറഞ്ഞു. യഥാർത്ഥത്തിൽ ആ മലപ്പുറം ജില്ലയിൽ ഇത്തരം കോൺഗ്രസുമായി ഒരു പഞ്ചായത്തിൽ കൂട്ടുകൂടി എന്ന ഒറ്റ കാരണത്തിലാണ് CPIMൻ്റെ ലോക്കൽ കമ്മിറ്റി പിരിച്ചുവിട്ടത്. അതുകൊണ്ട് ധാർമ്മികതയുടെ പേര് പറയാൻ ആർക്കും അവകാശമില്ല എന്ന വാദം തെറ്റ്. ഒരു ലോക്കൽ കമ്മിറ്റിയെ പോലും പിരിച്ചുവിടാനുള്ള ആർജവം കാണിച്ച CPIM അവിടെ ഉണ്ട്. മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ട് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. അത്തരം പ്രശ്നങ്ങൾ പോലും ഞങ്ങൾ കൈകാര്യം ചെയ്യും. ഞങ്ങളുടെ പ്രഖ്യാപിത നയത്തിന് വിരുദ്ധമായി ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ സഖ്യത്തിലേർപ്പെട്ടാൽ അത് പൊറുക്കില്ല എന്ന് പ്രഖ്യാപിച്ച പാർട്ടിയാണ് CPIM. സഖ്യത്തെ തള്ളിപ്പറയുന്നു. ഉറപ്പല്ലേ? അതിൽ തൃപ്തനാണോ? തൃപ്തനല്ല. അങ്ങനെയാണെങ്കിൽ ഒരാളെ അരിവാൾ ചുറ്റിക്കൽ അവിടെ മത്സരിപ്പിച്ചോ? പിന്നെ ഇതെല്ലാവർക്കും അറിയാലോ, രാഷ്ട്രീയ നാടകമാണ്. പാർട്ടി നടപടി വന്നെങ്കിലും താനൂര് പോലൊരു സ്ഥലത്ത് ഒരാളെ അരിവാൾ ചുറ്റിക്കൽ നിർത്തി മത്സരിപ്പിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? അത് പ്രാദേശികമായിട്ട് ജയിക്കുന്ന ആളല്ലേ മത്സരിപ്പിക്കുക. മറ്റൊരു പശ്ചാത്തല വിവരത്തിലേക്ക് കൂടി പോയിട്ട് നമുക്ക് പെട്ടെന്ന് തിരിച്ചു. ഇത് നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഗ്രാമപഞ്ചായത്തുകളുടെ ഒരു പട്ടികയാണ്. എടപ്പറ്റ, കരുവാരക്കുണ്ട്, കാളികാവ്, ചോക്കാട്, തിരുവാലി, ആനക്കയം, ഒഴൂർ, പൊന്മുണ്ടം, ചെറിയമുണ്ടം എന്ന് തുടങ്ങിയുള്ള പട്ടികയാണ്. തെന്നല, മാറാക്കര, ചീക്കോട്, മുതുവല്ലൂർ, വാഴക്കാട്, എടരിക്കോട്, പോരൂർ, പെരുമണ്ണ, ക്ലാരി, മൂത്തേടം, കണ്ണമംഗലം, നങ്ങമ്പ്ര, പെരുവള്ളൂർ, വേങ്ങര, വെട്ടത്തൂർ, തേഞ്ഞിപ്പലം പഞ്ചായത്തുകളിലാണ് ലീഗ് കോൺഗ്രസ് മത്സരം നടക്കുന്നത്. മുനിസിപ്പാലിറ്റിയുടെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു, കൊണ്ടോട്ടിയാണ്. ഇതാണ് അവിടുത്തെ ഒരു ചിത്രം. ഇതിൽ ഒരു തീർപ്പുണ്ടാക്കുക നമുക്ക് എളുപ്പമല്ല. വിവിധ നിലപാടുകൾ വിവിധ ചേരിയിൽ നിന്ന് പറയുന്നു എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. നാളെ വോട്ടെടുപ്പിലേക്ക് പോകുന്ന 7 ജില്ലകളിൽ മലപ്പുറം ജില്ല നമ്മൾ പിന്നിട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് പാലക്കാട് ജില്ലയിലേക്കാണ്. ഇരു മുന്നണികൾക്കും ശക്തമായ അടിത്തറയും ഏതാണ്ട് ഒരേപോലെയുള്ള നിലയും ഉള്ള ഒരു ജില്ലയായാണ് പാലക്കാട് മാറുന്നത്. മാത്രവുമല്ല, കഴിഞ്ഞ തവണ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ പ്രതിപക്ഷത്തൊക്കെ വന്ന് വളരെ ശക്തമായ സാന്നിധ്യം BJP കാഴ്ചവെക്കുന്നു എന്നൊരു രാഷ്ട്രീയ പ്രാധാന്യം കൂടി പാലക്കാടിനുണ്ട്. അവിടെ തദ്ദേശ സ്ഥാപനങ്ങൾ 109 ആണ്. വാർഡുകൾ 1942 വാർഡുകളാണ് ഉള്ളത്. വോട്ടർമാർ 21,31,322 പേരാണ്. സ്ഥാനാർത്ഥികൾ 6,466 പേരാണ് ഇത്രയും സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കുന്നത്. തൊട്ടടുത്ത പശ്ചാത്തല വിവരങ്ങളിലേക്ക് കൂടി വളരെ പെട്ടെന്ന് പോകാം. 2010 തെരഞ്ഞെടുപ്പ് നില ഇങ്ങനെയായിരുന്നു. 2010 പാലക്കാട് ജില്ലയിലുള്ള 4 മുനിസിപ്പാലിറ്റികൾ 2 എണ്ണം വീതം UDFും LDFും പങ്കുവെക്കുകയാണ് ഉണ്ടായത്. ജില്ലാ 10 29 സ്ഥാനങ്ങളിൽ 20ഉം LDF നേടി. 9 സ്ഥാനം ആണ് UDFിനുണ്ടായത്. ജില്ലാ പഞ്ചായത്തിൽ പാലക്കാട് ജില്ലയിലെ ഗ്രാമമേഖലകളിൽ ശക്തമായ ആധിപത്യം ഉണ്ട് എന്ന് LDF അവർക്ക് മൊത്തം എതിരായിരുന്ന കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിലും പാലക്കാട്ട് തെളിയിച്ചു. ബ്ലോക്ക് പഞ്ചായത്തിൽ 13 ഡിവിഷനുകളാണ് ഉള്ളത്. 9ഉം നേടിക്കൊണ്ട് ആ നില LDF നിലനിർത്തി. 4 ഡിവിഷനുകളാണ് UDF കൈവരിച്ചത്. ഗ്രാമപഞ്ചായത്തുകളിൽ 91-ൽ 47 LDFും
44 UDF-ഉം നേടിക്കൊണ്ട് ഗ്രാമപഞ്ചായത്തുകളിൽ ഏതാണ്ട് തുല്യമായ ഒരു അവസ്ഥ LDF-ന് നേരിയ മേൽക്കൈ. ഇങ്ങനെയാണ് അവിടെ ഉണ്ടായത്. പാലക്കാട്ട് 2010 മുന്നണി നില UDF മൊത്തം സ്ഥാനങ്ങളിൽ 814 നേടിയപ്പോൾ 912 ജനപ്രതിനിധികളാണ് ത്രിതലങ്ങളിലും കൂടി LDF വിജയിപ്പിച്ചത്. BJP മറ്റു പല ജില്ലകളിലേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് 45 ജനപ്രതിനിധികൾ പല തലങ്ങളിലായി കൈവരിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. LDF-ന്റെ സീറ്റ് ഷെയർ ഇങ്ങനെയാണ്. ജില്ലയിൽ LDF-ലെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ കക്ഷി CPIM തന്നെയാണ്. 844. CPI ആണ് രണ്ടാം സ്ഥാനത്തുള്ളത്. 55 ജനപ്രതിനിധികളാണ് അവർക്കുള്ളത്. LDF സ്വതന്ത്രർ 9, NCPക്ക് 2, ജനതാദളിനും RSPക്കും ഓരോ ജനപ്രതിനിധികൾ വീതവും ഉണ്ട്. UDF-ന്റെ ഒരു നില ഇങ്ങനെയാണ്. UDF-ൽ ഏറ്റവും വലിയ രാഷ്ട്രീയ കക്ഷി കോൺഗ്രസ് തന്നെ. 608 ജനപ്രതിനിധികളെയാണ് അവർ പല സ്ഥലങ്ങളിലേക്കായി ജയിപ്പിച്ചത്. മുസ്ലിം ലീഗാണ് രണ്ടാം സ്ഥാനത്തുള്ളത്. 146 ജനപ്രതിനിധികൾ അവർക്കുണ്ട്. കേരള കോൺഗ്രസ് മാണിക്ക് 4, SJDക്ക് ശക്തമായിട്ടുള്ള ഒരു സാന്നിധ്യം അവിടെയുണ്ട് 39. CMP 2 പേരെ ജയിപ്പിച്ചു. UDF സ്വതന്ത്രർക്ക് 14 സ്ഥാനങ്ങൾ. കേരള കോൺഗ്രസ് ജേക്കബിന് 1 സ്ഥാനം. ഇതാണ് ആ പഞ്ചായത്തിലെ ജില്ലയിലെ 2010 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ നില. ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു പുതിയ അതിഥി കൂടി എത്തിയിരിക്കുകയാണ്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ സ്വാഗതം. നമ്മൾ മലപ്പുറം ജില്ല കഴിഞ്ഞ് പാലക്കാട്ടേക്ക് എത്തിയപ്പോഴാണ് താങ്കൾ എത്തിയത്. ഇന്നലെ മുതൽ താങ്കൾ ഇവിടെ എത്തും എന്നൊരു വാർത്തയുണ്ടായിരുന്നു. ഇന്നാണ് ഇപ്പോൾ അത് സംഭവിച്ചിരിക്കുന്നത്. സ്വാഗതം. പാലക്കാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനും പാലക്കാട്ട് നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്. വളരെ സന്തോഷം. ഞാൻ പാലക്കാട്ട് ജില്ലയിലെ പര്യടനം കഴിഞ്ഞു. ഇന്നലെ തൃശ്ശൂർ. എങ്ങനെയുണ്ട് പാലക്കാട്? നല്ല ഞാനും മുഖ്യമന്ത്രിയായ ഏറ്റവും അവസാനം കൊല്ലംകോട്ട് പ്രസംഗിക്കുന്നു രാത്രി 9 മണിക്ക്. അത് കഴിഞ്ഞിട്ട് ഇന്നലെ തൃശ്ശൂർ 2 മീറ്റിംഗ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇന്നിങ്ങോട്ട് വന്നത്. പാലക്കാട്ട് എങ്ങനെയുണ്ട് ഇത്തവണ? പാലക്കാട്ട് ഇത്തവണ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വളരെ വലിയ മുന്നേറ്റം സൃഷ്ടിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഞാൻ പങ്കെടുത്ത 5 യോഗമുണ്ട്. 5 യോഗവും വളരെ ഗംഭീരമായ യോഗമായിരുന്നു. ഏറ്റവും അവസാനത്തെ യോഗത്തിൽ മുഖ്യമന്ത്രി കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ വളരെ ഗംഭീരമായ യോഗമാണ്. 2010 നിലയാണ് നമ്മൾ കാണിച്ചത്. 2010 പൊതുവെ UDF-ന് മേൽക്കൈ ആയിരുന്നു. പക്ഷെ പാലക്കാട്ട് ആ തോതിലല്ല റിസൾട്ട് ഉണ്ടായത്. പാലക്കാട്ട് LDF-ന്റെ കൂടി സാന്നിധ്യമുണ്ട്. ശക്തമാണ് LDF എന്ന് അവർ തെളിയിച്ചു. ആ തെരഞ്ഞെടുപ്പ് വിധി അട്ടിമറിച്ചുകൊണ്ട് UDF മുകളിലേക്ക് പോകും. തീർച്ചയായിട്ടും ഇത്തവണ പാലക്കാട് ജില്ലയിൽ ഒരു അട്ടിമറി വിജയം തന്നെയാണ് UDF പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കുറേ കൂടി നല്ല റിസൾട്ട് ഇത്തവണ UDF അവിടെ കൈവരിക്കും. യാതൊരു സംശയം അക്കാര്യത്തിലില്ല. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ കുറേ പുറകോട്ട് പോയിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അത് കോൺഗ്രസിനകത്ത് സ്ഥാനാർത്ഥി നിർണയമായി. കാര്യം വളരെ വർഷങ്ങളായി കോൺഗ്രസ് മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീറ്റ് അത് പിന്നെ ജനതാദളിന് കൊടുത്തതിലുള്ള അഭിപ്രായ വ്യത്യാസം കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും ആ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല. തീർച്ചയായിട്ടും പാർലമെന്റിൽ നിന്ന് തികച്ചും വിഭിന്നവും വ്യത്യസ്തവുമായ ഒരു പശ്ചാത്തലമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത്തവണ അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം അവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നിലനിൽക്കുന്നില്ല. പ്രകാശ് ബാബു എന്തു പറയുന്നു? പാലക്കാട് എന്താണ്? പാലക്കാട് ജില്ല നല്ല രാഷ്ട്രീയമായ വിധിയെഴുത്തായിരിക്കും ജില്ലാ പഞ്ചായത്തിലും അവിടുത്തെ മുനിസിപ്പാലിറ്റികളിലും ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തിലും ഉണ്ടാകുന്നത്. ഗ്രാമപഞ്ചായത്തുകളിൽ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ തവണത്തെ നമ്പർ തന്നെ നോക്കുമ്പോൾ LDF-ന് മേൽക്കൈയുണ്ട്. എങ്കിലും UDF ഏറെക്കുറെ അതിനടുത്തൊക്കെ വരുന്നുണ്ട്. എന്നാൽ നഗരസഭകളിലും ജില്ലാ പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലുമെല്ലാം LDF-ന് നല്ല മെജോറിറ്റിയാണ് വന്നിട്ടുള്ളത്. അത് കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു നിലയിലേക്ക് ഇത്തവണ കൊണ്ടുവരും. അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതലായി ചർച്ച ചെയ്യുന്ന രാഷ്ട്രീയ വിഷയങ്ങളാണ്. പാലക്കാട് ജില്ലയെ പോലെ നല്ല പൊളിറ്റിക്കലായിട്ട് അത്രയും ഒരു പ്രബുദ്ധതയുള്ള ഒരു ജില്ലയിൽ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി നല്ല നിലയിലുള്ള റിസൾട്ടായിരിക്കും ഉണ്ടാവാൻ പോകുന്നത്. പത്മകുമാർ, BJPക്ക് ചില സാന്നിധ്യം സ്വാധീന കേന്ദ്രങ്ങൾ ഉള്ളൊരു പ്രദേശമാണ് അവിടെ. പ്രത്യേകിച്ച് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ അങ്ങനെയൊക്കെ ഉണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള കണക്കെടുപ്പുകൾ നടത്തിയിട്ടുണ്ടോ? പ്രതീക്ഷയുടെ തോത് എത്രമാത്രമാണ്? തീർച്ചയായിട്ടും പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ BJP അധികാരത്തിൽ വരും. മറ്റ് പഞ്ചായത്തുകളിൽ നമ്മൾ നില മെച്ചപ്പെടുത്തും.
പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ അധികാരത്തിൽ വരും. അധികാരത്തിൽ വരും പ്രാവശ്യം. അങ്ങനെ ഒരു പ്രതീതി ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്നതിനൊക്കെ മുമ്പ് BJPയുടെ ആ ഒരു വരവിൻ്റെ ഒരു സമയത്ത് പല നിരീക്ഷകരും പങ്കെടുത്തു. അത്തരത്തിലുള്ളൊരു പ്രതീക്ഷ ഇപ്പോഴും നിലനിർത്തുകയാണ്. തീർച്ചയായിട്ടും. തിരിച്ചു വരാം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക്. BJPക്ക് ശക്തമായ സാന്നിധ്യമുള്ള നഗരസഭയായാണ് പാലക്കാട് കേരളത്തിലെ നഗരസഭാ ഭൂപടത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നത്. 52 വാർഡുകളിലും ഇത്തവണ അവിടെ ത്രികോണ മത്സരം അതുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് അവിടുത്തെ ഒരു സ്ഥിതി, മത്സര ചിത്രമായിട്ട് പറയാനുള്ളത്. ഈ സാഹചര്യത്തിലും BJP അവിടെ വിജയ പ്രതീക്ഷ പുലർത്തിക്കുന്നു. ഒരു പാലക്കാട് മുനിസിപ്പാലിറ്റി അവർ ജയിക്കും എന്ന ഒരു അവകാശ പ്രഖ്യാപനം ഇപ്പോൾ നടത്തിയിരിക്കുകയാണ്. ജില്ലയിൽ മുനിസിപ്പാലിറ്റിയിലെ കാര്യത്തിലേക്ക് വരാം. പക്ഷെ പാലക്കാട്ടെ ഗ്രാമീണ ജനതയുടെ ഒരു വികാരം, ഞാൻ അവിടെ അധികം യോഗങ്ങളിലൊന്നും പോയില്ല, പക്ഷേ വളരെ ഗ്രാമപ്രദേശങ്ങളിൽ പോയിരുന്നു. ഇപ്പോഴത്തെ ചിറ്റൂർ മണ്ഡലം CMPക്ക് ചില കേന്ദ്രങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെ ജയിച്ചിട്ടുണ്ട്. CMP ബാധിത മേഖലകളുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ആ അർത്ഥത്തിലല്ല, പാലക്കാട് എനിക്ക് വളരെയധികം പണ്ട് തൊട്ടേ പരിചയമുള്ളൊരു സ്ഥലമാണ്. ഇത്തവണ അവിടെ പോയപ്പോൾ കണ്ടൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, ഈ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പാവങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള നടപടികളുടെ ഫലമാണ് ഞങ്ങൾക്ക് അനുകൂലമായി പാലക്കാട് ഉണ്ടാകാൻ പോകുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ നമുക്കിവിടെ തിരുവനന്തപുരം പട്ടണത്തിൽ 1 രൂപ 2 രൂപ അരി എന്ന് പറഞ്ഞാൽ ഇടത്തരക്കാർക്ക് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാവില്ല. പക്ഷെ പാലക്കാട്ടെ ഏറ്റവും പാവപ്പെട്ട ആളുകൾക്ക് നന്നായി മനസ്സിലാവും. അതുപോലെ ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതി പാലക്കാടിൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചിട്ടുണ്ട്. അത് 229 രൂപയായിട്ട് ഉയർന്നു. ഒപ്പം നെല്ലിന് സാമാന്യം നല്ല വില 21.50 പ്രഖ്യാപിച്ചു. അപ്പോൾ ഒരു ഭാഗത്ത് കൃഷിക്കാരിൽ നിന്ന് നെല്ലെടുക്കുക, കർഷക തൊഴിലാളിക്കും പാവങ്ങൾക്കും 1 രൂപയ്ക്കും 2 രൂപയ്ക്കും അരി കൊടുക്കുക. ഇത് രണ്ടും ഏകകാലത്ത് നടന്നു. ഒന്നാമത്തെ കാര്യം അതാണ്. പിന്നെ പാലക്കാട് ജില്ലയിലെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ പിടിച്ചുലച്ചത് ഈ പാവങ്ങളുടെ രോഗങ്ങളാണ്. അവർ കോയമ്പത്തൂർക്ക് ഓടണം ഒന്നുകിൽ, അല്ലെങ്കിൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് വന്ന് വരാന്തയിൽ കിടക്കണം. പാലക്കാട് തല ഉയർത്തി നിൽക്കുകയാണ് ഒരു മെഡിക്കൽ കോളേജ്, ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആനുകൂല്യങ്ങൾ, കാരുണ്യയുടെ ആനുകൂല്യങ്ങൾ. അപ്പോൾ ഞങ്ങൾ കേരളത്തിലുടനീളം പറയുന്ന ഈ കാരുണ്യത്തിൻ്റെ വിഷയങ്ങളുണ്ടല്ലോ, ആ വിഷയങ്ങൾ ഞാൻ ഉറപ്പിച്ച് പറയുന്നു പാലക്കാട് റിസൾട്ട് ഉണ്ടാക്കും. തീർച്ചയായിട്ടും. മനോജ്, താങ്കളിലേക്ക് ഞാനിപ്പോൾ വരികയാണ്. ഇത് വളരെ പ്രബലമായി UDFൻ്റെ പല കേന്ദ്രങ്ങളും ഉയർത്തിക്കാണിക്കുന്ന ഒരു വാദമാണ്. ഈ വിവാദങ്ങളും ഈ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് എത്തുന്ന ഒരുപാട് നടപടികൾ അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകും. അരുവിക്കര തെരഞ്ഞെടുപ്പ്, അതിൻ്റെ കാർത്തികേയൻ്റെ മരണത്തെക്കുറിച്ചൊക്കെ ഉണ്ടായിരുന്ന ചർച്ചയിൽ മുങ്ങിപ്പോയൊരു കാര്യം ഇതാണ്. അരുവിക്കരയിൽ പോലും ആ വിജയത്തിൻ്റെ പുറകിലുള്ള മാജിക്ക് ഇത്തരം പ്രവർത്തനങ്ങളാണ് എന്നൊരു വാദം വളരെ ശക്തമായിട്ട് UDF കേന്ദ്രങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതിൻ്റെ ഫലസിദ്ധി പ്രത്യേകിച്ച് പാലക്കാട് വെച്ചാണ് ഇപ്പോൾ ജോൺ പറഞ്ഞത്. എന്തു പറയും? 4.5 വർഷത്തെ ഭരണം കഴിഞ്ഞ് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഇത്രയെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിൽ UDFന് മറ്റെന്ത് ചെയ്യാൻ കഴിയുമെന്നത് ഒരു ചോദ്യം. രണ്ട് തോറ്റോന്നാണ് ചോദിക്കുന്നത്. അരുവിക്കരയിൽ UDFന് കിട്ടിയതിൻ്റെ നേരെ ഇരട്ടിയോളം വോട്ടാണ് UDF വിരുദ്ധമായിട്ട് വന്നത്. അത് രണ്ടായി മാറിപ്പോയി എന്നുള്ള സത്യമാണ്. പക്ഷേ ഭരണവിരുദ്ധ വികാരം അവിടെ ജ്വലിച്ചു നിന്നിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് BJPക്കും LDFനും ഈ വിഭജിച്ചിട്ടാണെങ്കിലും UDFന് കിട്ടിയതിനേക്കാൾ എത്രയോ കൂടുതൽ വോട്ട് കിട്ടിയത്. അത് കാണാതിരിക്കണ്ട. 3, പാലക്കാട് ഒരു പ്രത്യേക സ്ഥലമാണ്. അവിടെ മാത്രമാണ് ആനുകൂല്യങ്ങൾ വാരി വിതറി നൽകിയത് എന്ന് എനിക്കറിയില്ല. ഇതേ ആനുകൂല്യങ്ങൾ കിട്ടിയ സാമൂഹ്യ പ്രത്യേകത വെച്ച് കൂടുതൽ ഇതേ ആനുകൂല്യങ്ങൾ കിട്ടിയ ജനങ്ങളാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ PK ബിജുവിനെയും MP രാജേഷിനെയും വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത്. ക്ലിയറാണ്. നേരത്തെ പാലക്കാട് നഗരസഭ വിജയിക്കും എന്ന് പത്മകുമാർ പറഞ്ഞ സമയത്ത് താങ്കളും ചിരിച്ചുകൊണ്ട് അതിനോട് യോജിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു കാര്യത്തിൽ ഇപ്പോഴും താങ്കൾക്ക് കൂട്ടിച്ചേർക്കാനുള്ള പറഞ്ഞോട്ടെ, നമ്മുടെ മുൻ പ്രസിഡന്റ് ആരാധ്യനായ ശരീരനായ APJ അബ്ദുൽ കലാം കുട്ടികളോട് സ്വപ്നം കാണാൻ പറഞ്ഞു. എല്ലാവരും ഉപദേശിച്ചു, പകൽ സ്വപ്നം കാണുന്നു, രാത്രിയല്ല പകലാണ് സ്വപ്നം കാണുന്നത്, കുട്ടികളോട് ഉപദേശിച്ചു. അദ്ദേഹം വലിയൊരു ആശയത്തിന് മറ്റൊരു തത്വാധിഷ്ഠിതമായ ഒരു ഉപദേശം അത്. പക്ഷേ അത് സ്വീകരിച്ചിരിക്കുന്നത് ഇടത് വലുതുകൾ ആരാണെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം അവർ പലതും ഇങ്ങനെ മലപ്പുറത്ത് പോലെ ഇടതുകാരെ സ്വപ്നം കാണുന്നുണ്ട്, നേരത്തെ അദ്ദേഹം പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഈ സ്വപ്നത്തിൻ്റെ ഇടയിലാണ് ഞങ്ങളുമൊക്കെ ജീവിക്കുന്നത്. ഞങ്ങൾക്കൊരു കാര്യം വ്യക്തമായിട്ട് പറയാൻ പറ്റും,
അവിടെയും മാറ്റങ്ങൾ സംഭവിക്കും. ഞങ്ങൾ അവിടെ ഒരു നിർണായക ഘടകമായിട്ട് മാറും. അപ്പൊ സ്വപ്നചേരിയിലേക്ക് ചേരുക. പാലക്കാട് പാലക്കാട് മുനിസിപ്പാലിറ്റി ഇത്തവണ 100% ഞങ്ങൾ പിടിച്ചിരിക്കും. തിരിച്ചു വരാം. പാലക്കാട്ടെ കൂടുതൽ പശ്ചാത്തല വിവരങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ, പാലക്കാട്ടെ നഗരസഭകളുടെ ചിത്രമാണിത്. പാലക്കാട് മുനിസിപ്പാലിറ്റി UDF ഭരിക്കുന്നു. ചിറ്റൂർ UDF-നൊപ്പം, ഷൊർണൂർ LDF-ന്റെ കയ്യിൽ, ഒറ്റപ്പാലം LDF-ന്റെ കയ്യിൽ, പട്ടാമ്പി പുതിയ നഗരസഭയായി വന്നിരിക്കുന്നു, ചെർപ്പുളശ്ശേരി പുതിയ നഗരസഭയാണ്, മണ്ണാർക്കാട് പുതിയ നഗരസഭയാണ്. 3 പുതിയ നഗരസഭകൾ ഉണ്ടായിരിക്കുന്നു. 4 പഴയ നഗരസഭകൾ, 2 വീതം 2 മുന്നണികളും പങ്കെടുക്കുന്നു. പാലക്കാട്ടെ ഇത്തവണത്തെ ചില പ്രത്യേകതകൾ അടയാളപ്പെടുത്തി പോവുകയാണ്. വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ച അവിടെ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. അവിടെ സംസ്ഥാന തലത്തിൽ അറിയപ്പെടുന്ന MP-മാരും MLA-മാരും ഒക്കെയായ ആളുകൾ പ്രാദേശിക ഗ്രാമീണ സഭകൾക്ക് നേതൃത്വം നൽകുന്നതിന് വേണ്ടി വന്നിരിക്കുകയാണ്. അത് പാലക്കാട്ട് മാത്രം കണ്ട ഒരു കാഴ്ചയാണ്. S. ശിവരാമൻ മുൻ MP മത്സരരംഗത്തുണ്ട്. TK നൗഷാദ് മുൻ MLA അദ്ദേഹം മത്സരരംഗത്തുണ്ട്. M. നാരായണൻ മുൻ MLA മത്സരരംഗത്തുണ്ട്. UDF-ൽ നിന്നാവട്ടെ AB ഗോപിനാഥ് മുൻ MLA മത്സരരംഗത്തുണ്ട്. വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ച. ഒപ്പം തന്നെ ഇവിടെയും റിബൽ ശല്യം അല്ലെങ്കിൽ റിബൽ പ്രശ്നം പാലക്കാട്ട് ഒരു വലിയ പ്രശ്നമായി പൊന്തി വന്നിട്ടില്ലെങ്കിലും ഇരു മുന്നണികൾക്കും ഇവിടെയും പലയിടത്തും വിമത പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട്. വടകരപ്പതി, കൊഴിഞ്ഞാമ്പാറ, എരുത്തേമ്പതി പഞ്ചായത്തുകളിൽ കോൺഗ്രസിനെതിരെ വിമതരുണ്ട്. RBC കനാൽ സംരക്ഷണ സമിതി എന്നൊരു കൂട്ടർ കോൺഗ്രസിൽ നിന്ന് തന്നെ വിട്ടുപോയി മത്സരരംഗത്തുണ്ട്. ഒറ്റപ്പാലത്ത് CPIM-ൽ നിന്ന് പുറത്തുപോയ ചിലർ സ്വതന്ത്ര മുന്നണി എന്ന പേരിൽ ഒറ്റപ്പാലം നഗരസഭയിലെ 20 സീറ്റിൽ LDF-നെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രത്യേകത അവിടെയുണ്ട്. മണ്ണൂർ പഞ്ചായത്തിൽ കോൺഗ്രസിന് വിമത ഭീഷണി നേരിടുന്നുണ്ട്. ഇതും അവിടെയുണ്ട്. ഇങ്ങനെ ഇവർ ചൂണ്ടിക്കാണിച്ച പ്രത്യേകതകൾക്കപ്പുറത്ത് വേറെ ചില മത്സര ചിത്രങ്ങൾ കൂടി പാലക്കാടുണ്ട്. എന്തായാലും പാലക്കാട് ഇവിടെ പലരും പറഞ്ഞതുപോലെ തന്നെ വളരെ പ്രത്യേകതയാർന്ന രാഷ്ട്രീയ പാരമ്പര്യം ഉള്ള ഒരു ജില്ലയാണ്. പാലക്കാട്ടെ ജനങ്ങൾ നാളെ എന്ത് തീരുമാനിക്കും എന്ന് 2 ദിവസത്തിനകം നമുക്ക് അറിയാൻ കഴിയും. എന്നിടത്ത് പാലക്കാട്ടിനെ കുറിച്ചുള്ള ചർച്ച നിർത്തുകയാണ്.